ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. കോടതി വഴിയോ ഉപയോഗം വഴിയോ വഖഫായ സ്വത്തുക്കൾ വഖഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കോടതി ഉന്നയിച്ച വാദങ്ങളിൽ തങ്ങളുടെ വാദം സാധൂകരിക്കുന്ന വസ്തുതകൾ തയ്യാറാക്കാൻ കൂടുതൽ സമയം വേണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് നാളെയും ഹർജിയിൽ വാദം തുടരും. ലഹരിക്കെതിരെ സംസ്ഥാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന മതമേലധ്യക്ഷന്മാരുടെ യോഗത്തിനും സർവകക്ഷി യോഗത്തിനും ശേഷമാണ് തീരുമാനം. ലഹരി വ്യാപനം തടയുന്നതിന് ജൂൺ മാസം മുതൽ വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ക്യാമ്പയിനിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 245% വരെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കും. നിർണായകമായ വസ്തുക്കളുടെ കയറ്റുമതിയിൽ ചൈന അടുത്തിടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള നടപടിയാണിതെന്ന് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ബീജിംഗിന്റെ നടപടികൾ നീതിയുക്തവും നിയമപരവുമാണെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ സമ്മർദ്ദവും ഭീഷണിപ്പെടുത്തലും നിർത്തണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പ്രതികരിച്ചു. മഹാമാരികൾക്കെതിരെ ലോകത്തെ സജ്ജമാക്കുന്നതിനുള്ള ചരിത്രപരമായ കരാറിന് ലോകാരോഗ്യ സംഘടന അന്തിമരൂപം നൽകി. 3 വർഷത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാറിന് അന്തിമരൂപമായത്. സാങ്കേതിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് കരാറിന്റെ ലക്ഷ്യം. മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യ സമീപനവും ആഗോള വിതരണ ശൃംഖലയും കരാറിന്റെ ഭാഗമായി സ്ഥാപിക്കും. ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായിയുടെ പേര് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ശുപാർശ ചെയ്തു. സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന 2ാമത്തെ ജഡ്ജിയാണ് ജസ്റ്റിസ് ഗവായ്. കേന്ദ്ര നിയമ മന്ത്രാലയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഗവായ് ചുമതലയേൽക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കാലാവധി അടുത്ത മാസം 13-ന് അവസാനിക്കും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് സംവിധായകൻ ഷാജി N കരുണിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജും മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീനാചന്ദ്രനും ഏറ്റുവാങ്ങി. 48 ചലച്ചിത്ര പ്രതിഭകൾക്കാണ് ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചത്. മീഡിയ എന്റർടൈൻമെന്റ് ടെക്നോളജി മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കായുള്ള ഇന്ത്യയിലെ പ്രമുഖ പ്ലാറ്റ്ഫോമായ വേവെക്സ് 2025 അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 21 വരെ നീട്ടി. വിപുലമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് യോഗ്യതാ മാനദണ്ഡങ്ങൾ വിപുലീകരിച്ചതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മെയ് 2-3 തീയതികളിലാണ് വേവെക്സ് 2025 നടക്കുന്നത്. കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കൻ വ്യവസായ പ്രമുഖൻ എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവന കമ്പനിയായ സ്റ്റാർലിങ്കിൽ നിന്നുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. സ്റ്റാർലിങ്കിന്റെ അത്യാധുനിക സാങ്കേതിക പ്ലാറ്റ്ഫോം, നിലവിലുള്ള പങ്കാളിത്തങ്ങൾ, ഇന്ത്യയിലെ ഭാവി നിക്ഷേപ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ചകൾ നടന്നതായി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ശ്രീ ഗോയൽ പറഞ്ഞു. രാജ്യത്താദ്യമായി ട്രെയിനിനുള്ളിൽ ATM പ്രവർത്തനക്ഷമമാക്കി സെൻട്രൽ റെയിൽവേ. മുംബൈ മന്മത് പഞ്ചവടി എക്സ്പ്രസിനുള്ളിലാണ് ATM സ്ഥാപിച്ചത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാന അത്താഴവേളയിൽ അവരുടെ കാലുകൾ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. നാളെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങുമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL എക്സാലോജിക് പണമിടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ്. ഇന്ററം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലെ പേരുകൾ കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പോയ വർഷം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം 9ാം സ്ഥാനത്ത്. 2024 77.8 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്താണ് ഡൽഹി വിമാനത്താവളം നേട്ടം കൈവരിച്ചത്. വഖഫ് നിയമ ഭേദഗതി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്നും നിയമപോരാട്ടം തുടരുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന മുസ്ലിം ലീഗ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുനമ്പം വിഷയത്തിൽ ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നും തങ്ങൾ പറഞ്ഞു. 2006 പത്മ പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്യേണ്ട വ്യക്തികളെ കണ്ടെത്തുന്നതിനും പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുന്നതിനുമായി പരിശോധനാ സമിതി രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.